ശ്രീകൃഷ്ണ ചരിതം കൂടി പറഞ്ഞു തരണം. എന്തുകൊണ്ടാണ് വൈകുണ്ഠനാഥനായ ശ്രീഹരി വിഷ്ണു ദേവകിയുടെ പുത്രനായി ജനിച്ചത്? ഈ ദേവകിക്ക് ഇതിനു വേണ്ടിയിട്ടുള്ളൊരു ഭാഗ്യം എങ്ങനെ ഉണ്ടായി അല്ലേ? വസുദേവർക്കും ദേവകിക്കും ഭഗവാന്റെ മാതാപിതാക്കളാവാനുള്ള നിമിത്തം എങ്ങനെയുണ്ടായി? ഇനി സാക്ഷാൽ എല്ലാ ബന്ധനങ്ങളെയും അകറ്റുന്ന ഭഗവാൻ തന്നെ കുഞ്ഞായി പിറന്നത് അമ്മയും അച്ഛനും തടവറയിൽ ബന്ധിക്കപ്പെട്ട സമയത്താണ്. എന്തുകൊണ്ടാണ് തടവറയിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ മാതാപിതാക്കൾക്ക് താമസിക്കേണ്ടി വന്നത്? ഇനി ദേവകിക്ക് പിറന്ന 6 മക്കൾ, അതായത് ഭഗവാന്റെ സഹോദരന്മാരായി ജനിച്ചവരാണ്. അവർ 6 പേരും എന്തുകൊണ്ട് ദുഷ്ടനായ കംസന്റെ കൈകളാൽ മരണപ്പെട്ടു? ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. ഞങ്ങൾക്ക് കൃഷ്ണകഥ അറിയാം, പക്ഷേ എങ്കിലും ഈ സംശയങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. എന്താണ് ഭഗവാൻ അവതരിക്കാനുള്ള അവതാരണത്തിനുള്ള ആ കാരണം? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഞങ്ങളുടെ സംശയത്തെ അങ്ങ് നിവാരണം ചെയ്യണം. അതുപോലെ തന്നെ ഇത്രയധികം പത്നിമാരോടൊപ്പം ഒരു ഗാർഹസ്ഥ്യം എങ്ങനെയാണ് ശ്രീകൃഷ്ണന് ഉൾക്കൊള്ളാൻ സാധിച്ചത്? അതുപോലെ തന്നെ ഭഗവാന്റെ ഗാർഹസ്ഥ്യത്തിൽ പെടാത്ത പ്രണയിനികളായ ഗോപികമാർ അസംഖ്യം ഉണ്ടായിരുന്നു. ഇത്രയും പേര് എങ്ങനെയാണ് ഭഗവാന്റെ പ്രണയിനികളായി മാറ്റപ്പെട്ടത്? ആ കംസൻ ഭഗവാന്റെ കൈകൾ കൊണ്ട് വധിക്കപ്പെടാൻ നിമിത്തമായി മാറിയത് എന്താണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഓരോന്നോരോന്നായി ഇവർ സംശയത്തോടുകൂടി ചോദിച്ചു. ഈ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പിന്നീട് സൂത പൗരാണികൻ തുടർന്ന് ദേവിയുടെ മഹത്വത്തെയും ചേർത്തുകൊണ്ട് കൃഷ്ണ ചരിത്രത്തെ പറയുന്നത്. ഇവിടെ ഭഗവാൻ ജനിക്കുവാനുണ്ടായ നിമിത്തം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ വളരെ പ്രധാനമായ ഒരു ചിന്ത, ഭഗവാന്റെ അവതാരത്തിൽ മുമ്പ് തുടങ്ങിയാലേ ഭഗവാന്റെ അവതാരത്തെ നമുക്ക് വേണ്ടും വണ്ണം അറിയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഭൂമി മാതാവ് ഒരു നാള് ഗോവിന്റെ രൂപം ധരിച്ച് നേരെ വൈകുണ്ഠത്തിൽ ബ്രഹ്മലോകത്തിലെത്തി അവിടെ നിന്ന് ബ്രഹ്മാവുമായിട്ട് വൈകുണ്ഠനാഥനെ കാണാൻ എത്തി. ദേവന്മാരും ഒക്കെ ഇവരെ ഭൂമി മാതാവിനോടൊപ്പം കൂടി. ഈ ഭൂമി മാതാവ് വരുന്നത് ഒരു പരാതിയുമായിട്ടാണ്, ഒരു വിഷമം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നു ചേരുന്നത്. എന്താണ് വിഷമം എന്ന് ചോദിച്ചാൽ, ഭൂമി മാതാവ് പറയുന്നത് ഭൂഭാരം വർദ്ധിച്ചു വരുന്നു, അത് താങ്ങാനുള്ള ശേഷി എനിക്ക് ഇല്ലാണ്ടായി വരുന്നു. അപ്പൊ ഭൂഭാരം വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് ഈ ഭൂഭാരം തീർത്തു തരാനുള്ള കരുണയുണ്ടാകണം, ഇതാണ് പ്രാർത്ഥന. ഈ സമയത്ത് വിഷ്ണു ഭഗവാന്റെ അശരീരി വാക്യം ബ്രഹ്മാവ് ശ്രവിച്ചു. ദേവകിയുടെ 8ാമത്തെ പുത്രനായി പിറന്ന് ഈ ഭൂഭാരം തീർത്തു തരാം എന്ന് ആർക്ക് വാക്ക് കൊടുക്കുകയാണ്? ഭൂമി മാതാവിന് ഉറപ്പ് കൊടുക്കുകയാണ്. ഇവിടെ ഭൂമി മാതാവുമായിട്ടൊരു അഭേദ്യ ബന്ധം ഭഗവാനുമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മധുകൈടഭ ചരിതം കേട്ടായിരുന്നു. മധുകൈടഭന്മാരെ വധിച്ചപ്പോൾ അവരുടെ മേധസ് രക്തവും എല്ലാം കൂടി പ്രളയജലത്തിൽ ഒഴുകിയത് ഘനീഭവിച്ചാണ് മേധിനി എന്ന പേരിൽ ഭൂമി രൂപപ്പെട്ടത്. ഭഗവാനാൽ രക്ഷിക്കപ്പെടുന്നുണ്ട്. ഭഗവാന്റെ പത്നിയാണ് ഭൂമാത എന്ന സങ്കല്പവും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന് അനുഷ്ഠാനത്തിൽ പ്രഭാതത്തിൽ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ഭൂമിയെ വന്ദിക്കുക എന്നൊരു ശാസ്ത്രമുണ്ട്. എങ്ങനെയാണ് വന്ദിക്കുന്നത്? ആ ഭൂമിയെ വന്ദിക്കുമ്പോൾ നമ്മൾ ആ ഭൂമി മാതാവിനെ എങ്ങനെയാണ് കാണുന്നത്? വിഷ്ണു ഭക്തി നമസ്തുഭ്യം അല്ലേ? അങ്ങനെയല്ലേ കാണുന്നത്? വിഷ്ണു ഭക്തി നമസ്തുഭ്യം, പാദസ്പർശം സമക്ഷ. ആ പാദസ്പർശം ക്ഷമിക്കണമെന്ന് വിഷ്ണുവിന്റെ പത്നിയായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള ഭൂമാതാവാണ് എന്ന് പറയുന്നത് ഭൂമി ഭാരം വർദ്ധിച്ചു വരുന്നു, അത് താങ്ങാനുള്ള ശേഷിയില്ല. ഇനി ഇവിടെ ഈ ഭൂഭാരം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഭൂമിയിലല്ലേ ഈ പർവ്വതങ്ങളും നദികളും ഈ കാണുന്ന മരങ്ങളും വനങ്ങളും നമ്മളും ഈ കെട്ടിടങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇതെല്ലാം സ്ഥിതി ചെയ്യുന്ന ഭൂമിക്ക് താങ്ങാനാകാത്ത എന്ത് ഭാരമാണുള്ളത്? എന്ത് ഭാരമാണ്? നമ്മൾ ആലോചിക്കുക. വലിയ മഹാപർവ്വതങ്ങള്, വലിയ പാറക്കെട്ടുകള്, ജന്തുജാലങ്ങള്, വൃക്ഷലതാദികള്, വലിയ വനങ്ങള്, നദികളും പുഴകളും എല്ലാം ഭൂമിയിലാണ്. അപ്പൊ അത്രയും ഭാരമുള്ള വസ്തുക്കൾ ഇല്ലേ? എല്ലാം എന്താണ്? വലിയ ഭാരത്തോട് കൂടിയതാണ്.
ഇത്രയും ഭാരമുള്ളത് എല്ലാം താങ്ങുന്ന ഭൂമി മാതാവ് പറയുകയാണ്, എനിക്ക് താങ്ങാനാകാത്ത ഭാരമുണ്ട്. എന്താ ഈ ഭൂമി മാതാവിന് താങ്ങാനാകാത്ത ഭാരം എന്താ? ഇവിടെയാണ് ആധ്യാത്മികമായ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ഭാരം എന്ന് പറയപ്പെടുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ തൂക്കത്തെ അല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ പാറയുടെയും തടിയുടെയും മരത്തിൻ്റെയൊക്കെ ഭാരം എന്ന് പറയുന്നത് തൂക്കത്തെയാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കും ഈ വിളക്കിന് എത്ര ഭാരം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ കൈ എടുത്തിട്ട് പറയും ഉദ്ദേശം 1 കിലോ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ത്രാസിൽ വെച്ചിട്ട് ഇത്ര ഉണ്ടെന്ന് പറയും, ഇല്ലേ? ഇനി ഈ ഇരിക്കുന്ന അരിയോ ചാപ്പോ എടുത്തു കഴിഞ്ഞാൽ അത് ത്രാസിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അതിൽ രേഖപ്പെടുത്തി നോക്കിയിട്ട് നിങ്ങളത് പറയും. ഇങ്ങനെ ഓരോ വസ്തുവിനെയും തൂക്കിയാണ് ഭാരം പറയുന്നതെങ്കിൽ ഇവിടെ ആധ്യാത്മികമായ തലത്തിൽ ഭാരം എന്ന് വിവക്ഷിക്കുന്നത്, ചിന്തിക്കുന്നത് വസ്തുവിൻ്റെ ഭാരത്തെ അല്ല. പിന്നെയോ ഇവിടെ ഭാരം എന്ന് പറയുന്നത് അഹങ്കാരത്തെയാണ്. മനസ്സിലായില്ലേ? നമ്മൾ ചില ആൾക്കാരെ നോക്കിയിട്ട് പറയത്തില്ലേ, ഓ ഇവനൊക്കെ ഭൂമിക്ക് ഭാരമായി ജനിച്ചതാണ് പറയാറില്ലേ? നമുക്കറിയാം ഇതൊക്കെ, പക്ഷെ ഇത് ഇങ്ങനെ പറയാൻ അറിയത്തില്ലെന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ പറയും ഇവനൊക്കെ ഒരു ഭൂമിക്ക് ഒരു ഭാരമായി ജനിച്ച, അതിൻ്റെ അർത്ഥം എന്താ? അവൻ്റെ 56 കിലോ അല്ലെങ്കിൽ അവൻ്റെ 70 കിലോ ഭൂമിക്ക് ഭാരമെന്നാണോ? എന്താ ഭാരം? അഹങ്കാരം. മനസ്സിലായില്ലേ? അജ്ഞാനമാണ് ഭാരം. ഭാരം നീക്കുന്നതിന് എങ്ങനെയാ? ജ്ഞാനം ഉണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പൊ ജ്ഞാനം ഉണ്ടായാൽ ഭാരം ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് ജ്ഞാനസ്വരൂപിണിയായ സരസ്വതി ദേവി താമരയിൽ ഇരിക്കുന്ന ചിത്രം. മനസ്സിലായില്ലേ? കാരണം താമര എന്ന് പറയുന്നത് ജലത്തിലാണ്. അതിനകത്ത് ഒരു സ്ത്രീക്ക് കയറി ഇരിക്കാൻ പറ്റുമോ? സാധാരണഗതിയിൽ പറ്റില്ല. ഒരു ചെറിയ കല്ലെടുത്ത് വെച്ചാൽ തിരിഞ്ഞ് തണ്ടൊടിഞ്ഞ് വെള്ളത്തിലേക്ക് പോകും, അല്ലേ? പക്ഷേ ഈ താമരയിൽ എന്തുകൊണ്ട് സരസ്വതി ഇരിക്കുന്ന വെച്ചാൽ സരസ്വതി വിജ്ഞാനമാണ്. അതുകൊണ്ട് എന്തില്ല അവിടെ? അഹങ്കാരമില്ല. മനസ്സിലായില്ലേ? അഹങ്കാരമില്ലെങ്കിൽ ഭാരമില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു ഭാരമായി മാറുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് പലപ്പോഴും ഒരു ഭാരമായി മാറാറുണ്ടല്ലേ? എപ്പോഴാ? നമ്മുടെ അഹങ്കാരം അവർ സഹിക്കേണ്ടി വരുമ്പോൾ. മനസ്സിലായില്ലേ? അപ്പൊ അഹങ്കാരരഹിതമാവണം. അപ്പൊ ഇവിടെയാണ് വളരെ കൃത്യമായിട്ട് ഭഗവാൻ വാക്ക് കൊടുക്കുന്നു, ദേവകിയുടെ 8ാമത്തെ പുത്രനായി ജനിച്ച് ഞാൻ ഭൂഭാരതത്തിൽ എന്താ അഹങ്കാരികളെ വധിച്ചുകൊള്ളാം, നിഗ്രഹിച്ചുകൊള്ളാം. മനസ്സിലായില്ലേ? അഹങ്കാരികളെ നേർവഴിക്ക് നയിക്കാൻ പറ്റുന്നവരെ നേർവഴിക്ക് നയിക്കാം, ഇനി പറ്റാത്തവരെയാണെങ്കിലോ ഇല്ലാണ്ടാക്കിയേക്കാം. അതുകൊണ്ടാണ് കംസനെ വധിക്കാൻ ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം കംസൻ സർവ അഹങ്കാരികളുടെയും നേതാവാണ്. മനസ്സിലായില്ലേ? ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ പ്രതീകമാണ് ആര്? കംസൻ. എന്താ ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ പ്രതീകം കംസനാണെന്ന് പറയാൻ കാരണം? എന്താ കാരണം? എടാ കംസൻ അഹങ്കാരത്തിന്റെ പ്രതീകമാണെങ്കിൽ അത് ഞങ്ങൾ എന്തിനാ അറിയുന്നത്? ഞങ്ങൾ കംസനുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ, അല്ലേ? ശരിയല്ലേ? നമ്മൾ കംസനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? നമ്മൾ പറഞ്ഞു വരുമ്പോൾ വകയിലൊരു അമ്മാവനായിട്ട് അങ്ങനെ വരുമോ കംസൻ? വരുമോ? വരുത്തില്ലേ? രണ്ടും ഉത്തരം പറയുന്നത് വരുമോ? വരും. വരുത്തില്ല. ഇതിൻ്റെ മഴയെക്കുറിച്ച് നിരീക്ഷകന്മാർ പറഞ്ഞതൊക്കെ പെയ്യാനും പെയ്യാതിരിക്കാനും. അപ്പോൾ രണ്ടു ഭാഗത്തൊന്നും പ്രശ്നം തീർന്നല്ലോ എന്ന് പറയുന്നതൊക്കെ. കംസനുമായിട്ടേ നമുക്ക് ബന്ധമുള്ളൂ. കൃഷ്ണനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ പോകണം. മനസ്സിലായില്ലേ? നമ്മളെല്ലാവരും ഒരർത്ഥത്തിൽ കംസന്മാരാണ്. അതുകൊണ്ടാണ് ഈ കഥകളൊക്കെ കേൾക്കുന്നത് പണ്ട് കംസനെ കൊന്നതിനെ കുറിച്ച് കേൾക്കാനല്ല, നമ്മുടെ ഉള്ളിലുള്ള കംസനെ ഇല്ലാതാക്കാൻ വേണ്ടി കേൾക്കാം. ആരാണ് കംസൻ എന്ന് ചോദിച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ. കംസൻ എന്ന് പറഞ്ഞാൽ ദേഹാഭിമാന ബോധമുള്ളവൻ. മനസ്സിലായില്ലേ? ഞാനെന്ന അഹങ്കാരമുള്ള ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും കംസൻ തന്നെയാണ്. അതിലൊന്നും മാറ്റമില്ല. അവരെല്ലാവരും കംസൻ തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഏകാഭിമാന ബോധം കംസൻ എന്തുകൊണ്ടായിരുന്നത്? ഞാനെന്ന ഭാവമാണ്. നമുക്കൊക്കെ അതില്ലേ? മനസ്സിലായില്ലേ? അതുള്ളിടത്തോളം കാലം നമ്മളും ആരാ? കംസന്റെ ബന്ധുവാണ്. മനസ്സിലായോ അതിൻ്റെ അർത്ഥം? കംസന്റെ ഒരാളിനെ രൂപത്തെ അല്ല ഭഗവാൻ ശത്രുവായി കാണുന്നതാണോ? അയാളിലുള്ള നല്ല ഗുണങ്ങളാണെങ്കിൽ മിത്രമായും ദുർഗുണമാണെങ്കിൽ ശത്രുവായും. മനസ്സിലായില്ലേ? നമുക്കൊരാളിനോട് ഇഷ്ടം തോന്നുന്നത് അയാളുടെ രൂപത്തെ കണ്ടിട്ടാണോ? അയാളുടെ ഗുണത്തെ കൂടെ കണ്ടിട്ടാണ്. രൂപത്തെ കണ്ട് ആദ്യം ഇഷ്ടപ്പെടും, പക്ഷേ ഗുണമില്ലെങ്കിൽ അയാളെ കൂടുതൽ ഇഷ്ടപ്പെടുമോ?
ഇഷ്ടപ്പെടുമോ? ആ അപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന എപ്പോഴാണ്? ആ സ്വഭാവത്തെ, രൂപത്തെ, ഗുണത്തെ കണ്ടിട്ടാണ്. അപ്പോൾ ഇവിടെ ഗുണതത്വത്തെയാണ് ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ ശാസ്ത്രത്തിൽ എടുക്കേണ്ടത് ഗുണത്തെയാണ്. ഇവിടെ കംസൻ ദുരാചാരിയാണ്. കാരണം ഞാനെന്ന ഭാവത്തിൽ വീണ ഒരുവൻ ഒരിക്കലും ലോകത്തിന് നന്മ ചെയ്യില്ല. മനസ്സിലായില്ലേ? എല്ലാം സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കും, സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം പ്രവർത്തിക്കും, ആരെയും അംഗീകരിക്കില്ല, ആരെയും അനുസരിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതൊക്കെയാണെങ്കിൽ നമ്മളിലുള്ള ഞാനെന്ന ഭാവം പോണോ അതോ ഇങ്ങനെ തന്നെ വേണോ? ഞാൻ കേൾക്കാൻ പറ്റണ്ടായിരുന്നു അല്ലേ? പോണോ ഇങ്ങനെ തന്നെ നിൽക്കണോ? പോണോ. അത് പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കൃഷ്ണനിലേക്ക് എത്തും. മനസ്സിലായില്ലേ? നമ്മളിലുള്ള ഞാനെന്ന ഭാവമാണ് ഭഗവാനെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. മനസ്സിലായോ? ഈശ്വരൻ നമ്മളിൽ തമ്മിലുള്ള അകലം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ എത്രയുണ്ട്? ഈശ്വരൻ നമ്മളിൽ തമ്മിലുള്ള അകലം എത്രയുണ്ട്? നമ്മളൊക്കെ ഈശ്വരനെ തേടി പോകുന്നവരല്ലേ? എത്ര ഈശ്വരൻ നമ്മൾ തമ്മിലുള്ള അകലം? പള്ളിക്ക് ജംഗ്ഷനിലാണ് എൻ്റെ വീട്. അവിടെ നിന്ന് ഇവിടം വരെ 150 മീറ്ററാണ്. അതാണോ? അതോ ഞാൻ കറ്റാനത്ത് നിന്ന് വരുന്നുണ്ട് 5 കിലോമീറ്ററാണ്? അങ്ങനെയാണോ? പിന്നെ എത്രയാ? നമ്മുടെ ഉള്ളിലുള്ള ഞാനെന്ന ഭാവം എത്രയാണോ അത്രയും അകലമേ ഭഗവാനുമായിട്ട് ഉള്ളൂ. നമ്മൾ തന്നെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ അറിയാൻ പറ്റാത്ത തരത്തിൽ, മനസ്സിലായില്ലേ, നമ്മുടെ മനസ്സിൻ്റെ പ്രഹേളിലേക്ക് പിടിപെട്ട് മനസ്സിന് കീഴടങ്ങി ജീവിക്കുന്നത്. മനസ്സെന്നതൊരു പ്രതിഭാസമാണ്. പലതരത്തിലുള്ള ചിന്തകൾ കൊണ്ടുവന്ന് യഥാർത്ഥ സ്വരൂപത്തെ അറിയാൻ സാധിക്കാതെ ആ ചിന്തകൾ കൊണ്ടുള്ള ഭ്രമങ്ങളെ ഉളവാക്കി നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഒന്നാണ് മനസ്സ്. ആ മനസ്സിനെ ജയിക്കുമ്പോൾ, മനസ്സിൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുമ്പോഴാണ് ജിതേന്ദ്രിയമായ അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ അവനവൻ്റെ സ്വരൂപം അറിയാൻ സാധിക്കുന്നത്. അവനവൻ്റെ സ്വരൂപമാണ് ഈശ്വര സ്വരൂപം. എവിടെയാണ് ഈശ്വരൻ? നിന്നിലാണ്, എന്നിലാണ് ഈശ്വരൻ. നിന്നിലും എന്നിലും കുടികൊള്ളും പരം ഏകമാം ചൈതന്യമാണ് ഈശ്വരൻ. മനസ്സിലായില്ലേ? അപ്പം നമ്മളിൽ തന്നെ കുടികൊള്ളുന്ന ചൈതന്യത്തെ നമ്മൾ അറിയാതെ പോകുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരം. മനസ്സിലായില്ലേ? നമുക്കറിയാൻ ഈശ്വരൻ ആകാശത്തിൻ്റെ മുകളിലില്ല. നമുക്കറിയാൻ ഈശ്വരൻ നമ്മളെക്കാൾ ബഹുദൂരത്തിലില്ല. നമുക്കറിയാൻ ഈശ്വരൻ വേറെ ഏതെങ്കിലും സ്ഥലത്ത് മറഞ്ഞിരിക്കുന്നില്ല. ആ ഈശ്വരൻ എവിടെയാ ഉള്ളത്? നമ്മളിൽ തന്നെയാണ്. ഈശ്വര സർവഭൂതാനാം. അവനവനിലുള്ള ഈശ്വരനെ വീണ്ടെടുക്കലാണ് യഥാർത്ഥ സാധന. മനസ്സിലായില്ലേ? പുറമേയുള്ള ഈശ്വരനില്ല. നമ്മളൊരു ശിവകീർത്തനം കേട്ടിട്ടില്ലേ? എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണും. എവിടെ ചെല്ലുമ്പോൾ? എവിടെ? പടിയാറ് കിടന്ന് എവിടെ ചെല്ലുമ്പോൾ? ഭഗവാന്റെ അടുത്തോ? അതെവിടെയാണെന്നാണ് ചോദിച്ചത്. ചെല്ലണ്ടേ? എവിടെ ഈ 6 പടി? ഏത് ക്ഷേത്രത്തിലാ? കൈലാസത്താണോ? രാമേശ്വരത്താണോ? എവിടെയാ? മനസ്സിലോ? മനസ്സ് ഇവിടെയാണെന്ന് എന്താ ഉറപ്പ്? ഇവിടെ ഇങ്ങനെ അടിച്ചിട്ട് അറ്റാക്ക് വരുവേ, പതുക്കെ അടിക്കും. മനസ്സ് ഇവിടെയാണെന്ന് എന്താ ഉറപ്പ്? എവിടെയാ ഈ 6 പടി? എവിടെയാ? പണ്ടോട്ടേ കേട്ട് ചെല്ലി അങ്ങ് പഠിച്ചു വെച്ചിട്ടുണ്ട്. അത്തമ്മയെ പൂച്ച നമ്മൾ നാമമാണെങ്കിലും ഒരു കർമ്മമാണെങ്കിലും അതിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കണം എന്നൊരു ശാസ്ത്രമുണ്ട്. അപ്പോൾ എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ച് ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടിയാറും കിടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം. നമ്മുടെ ശരീരത്തിൽ തന്നെയാണ്. മനസ്സിലായില്ലേ? അതാണ് അവിടെ കടക്കേണ്ടി വരുന്നത്.